ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലീം മാണിക്കത്താണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുവൈത്തില് ഇപ്പം സുരക്ഷാ പരിശോധന വളരെ കർശനമാക്കിയിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് പൊതുമാപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സുരക്ഷാ പരിശോധനയിൽ ഒരുപാട് ആളുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, അതെല്ലാവരും അറിഞ്ഞ വിവരമാണ്. പക്ഷെ ഇത് അറിയാത്ത ആളുകളും കുറെ ആളുകൾ ഉണ്ടാവാം. അവർക്കും വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അപ്പോ ഇപ്പോഴ് ഒരുപാട് ആളുകൾ ഇപ്പോഴും കുവൈത്തില് ഫ്രീ വിസ എന്ന് പറഞ്ഞാല് ഖാദിം വിസ, 20-ാം നമ്പർ വിസ, അതുപോലെ തന്നെ ഷൂൺ വിസയിലൊക്കെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ഈ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്പോൺസറുമായി, നിങ്ങളുടെ കമ്പനിയുമായി നിങ്ങൾ ഒരു ധാരണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരന്തരം കോണ്ടാക്റ്റുകൾ വേണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പല ഏജന്റുകളുടെ മുഖാന്തരമായിരിക്കാം വിസ എടുത്തത്. നിങ്ങളുടെ ഇടയിൽ ഇടനിലക്കാരൻ ഉണ്ടാവാം. ഈ ഇടനിലക്കാരന് ആ സ്പോൺസറായിട്ട് ഒരു സമയം സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഒരു സമയം ഈ ഇടനിലക്കാരനോട് പിന്നെ ഇപ്പം കുവൈത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്പോൺസർ, നിങ്ങൾ അറിയാത്ത സ്പോൺസർ ഈ വിസ ചേഞ്ച് ചെയ്ത് നിങ്ങൾ ലീഗലാക്കണം എന്നുള്ള കാര്യങ്ങൾ, കാരണം മുമ്പ് ഇല്ലീഗലായിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ലീഗലാക്കാൻ വേണ്ടിയിട്ട് പല സ്പോൺസർമാരും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഈ ഇടനിലക്കാരൻ, കാരണം നിങ്ങളോട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടായിരിക്കാം നിങ്ങളെ കുവൈത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നിങ്ങളോട് പെട്ടെന്ന് വിസ മാറ്റാൻ വേണ്ടി പറയുമ്പം ഈ ഇടനിലക്കാരനായ ആളുകൾ നിങ്ങളോട് പറയും, പിന്നെ ഞങ്ങളിപ്പോ പെട്ടെന്ന് മാറ്റണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് 2 കൊല്ലത്തെ വിസ അല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ 1 കൊല്ലത്തെ വിസ അല്ലേ പറഞ്ഞത്, അപ്പം അതിന്റെ തുക നിങ്ങൾ തിരിച്ചു താ എന്ന് പറയും എന്ന് പ്രതീക്ഷ കൊണ്ട് അവര് നിങ്ങൾക്ക് ഈ സ്പോൺസർ നൽകിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൈമാറില്ല. സ്പോൺസർ ഒരു പരിധി വരെ നിങ്ങളെ വെയിറ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഈ വിസ ലീഗലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയപരിധി കുവൈത്തി ഒരു സമയം നിങ്ങൾക്ക് ഈ സ്പോൺസർ, ഈ ഇടനിലക്കാരന് ഒരു സമയം നൽകിയിട്ടുണ്ടാവാം. ഈ നൽകിയ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ സ്പോൺസർ നിങ്ങളുടെ പേരിൽ ഇൻഹാഷ്, അതായത് ചാടിപ്പോയി എന്നുള്ള കേസ് കൊടുക്കും. അതായത് നിങ്ങൾ മിസ്സിംഗ് ആണെന്നുള്ള തക്കയീബ് അവരിടും. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുവൈത്തിൽ നിന്ന് എന്നേക്കുമായി ബാനായിട്ട് പോവേണ്ടി വരും. പല കുവൈത്തികളും അത് ഞങ്ങൾ ശരിയാക്കി തരാം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് ഉള്ളിലും ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ സ്പോൺസറായിട്ട്, ഇടനിലക്കാരല്ല, നിങ്ങൾ നിങ്ങളുടെ സ്പോൺസറുമായിട്ട് നിരന്തരം ബന്ധം സ്ഥാപിക്കുക. ആഴ്ചയിലല്ലെങ്കിൽ മാസങ്ങളിലെങ്കിലും നിങ്ങൾ വിളിക്കുക, നിങ്ങൾ കുവൈത്തിൽ ഉണ്ടെന്ന് പറയുക, നിങ്ങളുടെ റെസിഡൻസി അതായത് ലീഗലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ പുതിയ നിയമം കുവൈത്തിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഖാദിം വിസയിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ റെസിഡൻസി ശരി ചെയ്ത് മറ്റുള്ള ജോലി ചെയ്യാൻ പറ്റുന്ന മേഖലയിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ കുവൈത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതൊക്കെ അതിലൂടെയൊക്കെ ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം ഇപ്പം കുവൈത്തിൽ കർശനമാണ്. മുമ്പത്തെ ഒരു കളിയും നടക്കില്ല. ഇപ്പം എല്ലാ മേഖലകളിലും ചെക്കിംഗ് ആണ്. പിടിക്കപ്പെട്ടാൽ നാട് കടത്തും. നാട് കടത്തുന്നത് തിരിച്ച് ഇനി വരാൻ വേണ്ടി പറ്റാത്ത രീതിയിലാണ്. അത് മാത്രമല്ല, ചില സമയത്ത് ഇപ്പൊ ബയോമെട്രിക് സംവിധാനം വന്നതുപോലെ ചില രാജ്യങ്ങൾ, മറ്റുള്ള GCC രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും ഈ ഫിംഗർ അവിടെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പോവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറും. അത് ചില സമയത്ത് അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും വന്നേക്കാം ഭാവിയിൽ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.